എന്തുകൊണ്ട് അഞ്ചാമത്തെ സ്കാനിൽ നിങ്ങൾ മെൻഷൻ ചെയ്തില്ല? ഈ അഞ്ചാമത്തെ മാസം കഴിഞ്ഞിട്ടാണോ ജനിതക അതാണ് ഞാൻ പറയുന്നത്. അഞ്ചാമത്തെ മാസം എനിക്ക് പറയാനുള്ള ഒരു അവസരം ഡെവലപ്പ് ചെയ്യില്ലല്ലോ. എനിക്ക് പറയാനുള്ള അവസരം തരാതെ അതാണ് ഞാൻ പറയുന്നത്. അഞ്ചാമത്തെ മാസം തന്നെ ഈ ജനിതക വൈകല്യം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും പ്രകടമാകേണ്ടതല്ലേ ഡോക്ടർ മണികുമാർ? യെസ്, ഞാൻ അതാണ് എടുത്തു പറയുന്നത്. അഞ്ചാമത്തെ മാസം നമ്മുടെ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും യാതൊരു വിധത്തിലുള്ള ഒരു വിധത്തിലുള്ള അബ്നോർമാലിറ്റീസും അതിൽ കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ എന്തുകൊണ്ട് കണ്ടില്ല? അത് കഴിഞ്ഞ അടുത്ത സ്കാനിങ്ങിലൊക്കെ വ്യക്തമായിരുന്നു. അത് നോർമലായിരുന്നു. എന്തുകൊണ്ട് കണ്ടില്ല? അഞ്ചാം മാസം വരെ ഈ കുഞ്ഞ് നോർമൽ ആയിരുന്നു എന്നാണോ ഡോക്ടർ മണികുമാർ പറയുന്നത്? ഞാൻ പറയുന്നത് 5-ാം മാസം അങ്ങനല്ല ഞാൻ പറയുന്നത്. ഈ കുട്ടിക്ക് ജനിച്ചപ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കും, ഇല്ലെന്നല്ല. ഞാനൊരു കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ 2D അനോമലിക്കകത്ത് ചില പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ വെച്ചിട്ടുള്ള പരിശോധനകളുടെ റിപ്പോർട്ടല്ലേ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. യാതൊരു വിധത്തിലുള്ള ഡിഫറൻസും കാണാൻ സാധിച്ചില്ല. അന്നേരം ഫ്ലൂയിഡും ഇല്ലായിരുന്നു. അതിൻ്റെ അകത്ത് ഫ്ലൂയിഡും ഇല്ലായിരുന്നു. 5-ാം മാസം അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ഫ്ലൂയിഡുകളുടെ റിപ്പോർട്ട്സും നമ്മൾ ചെയ്തിട്ടില്ല. അന്ന് നോർമലായിരുന്നു. 7-ാം മാസമോ 6-ാം മാസമോ 7-ാം മാസമോ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തമായി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണ്, അതുകൊണ്ട് കൂടുതൽ സ്കാനിംഗ് ആവശ്യമുണ്ടെന്നോ അനോമലീസിനുള്ള സാധ്യതയുണ്ടെന്നോ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ റിപ്പോർട്ടിൽ? അങ്ങനെ ഒരിക്കലും ഫ്ലൂയിഡ് കൂടിയത് കൊണ്ട് അനോമലീസ് കാരണമാണ് ഫ്ലൂയിഡ് കൂടുതലെന്ന് പറയില്ല. നമ്മളെ സംബന്ധിച്ചോളം ഡോക്ടർ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന 5-ാം മാസം 2D സ്കാൻ ചെയ്തു. ഈ ഡോക്ടർ ജനിതക വൈകല്യം മനസ്സിലാക്കിയില്ല. 6-ാമത്തെ 7-ാമത്തെ മാസത്തിൽ ഫ്ലൂയിഡ് കൂടുതലുണ്ട്. അത് ഒരുപക്ഷെ അനോമലീസിന്റെ കാരണമാകാം, ജനിതക വൈകല്യത്തിന്റെ കാരണമാകാം എന്ന് നിങ്ങൾ എഴുതിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ടാക്സി ഡ്രൈവറായ അനീഷും സുറുമിയും ജനിതക വൈകല്യം തന്റെ കുഞ്ഞിനുണ്ടാകുമെന്ന് കരുതേണ്ടത് ഡോക്ടർ മണികുമാർ? അരുൺ, എനിക്കൊന്ന് വിശദീകരിക്കാനുള്ള ഒരു ഗ്യാപ്പ് തന്നെ. അതിന്റെ ഇടയ്ക്കിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ആയി പോകും. ഒരു കാര്യം ഞാൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് 5-ാം മാസം നമ്മുടെ ഈ ജനങ്ങൾക്ക് വരെ മനസ്സിലായി. അതെ, അതുകൊണ്ടാണ് നമുക്ക് എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് അനീഷിന്റെ വിഷയമാണ് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ മണികുമാറിന് 2 ചോദ്യത്തിനും ഉത്തരവില്ല. സാറ് മാത്രമല്ല, ചാനലിൽ കണ്ടോണ്ടിരിക്കുവാണ്. അതെ, ഒന്ന് 5-ാമത്തെ മാസം അനോമലി സ്കാൻ നടത്തിയിട്ട് അതിൽ തെളിഞ്ഞില്ല. 2 6-ഉം 7-ഉം മാസം ഫ്ലൂയിഡ് കൂടുതലാണെന്ന് ഉണ്ടായിട്ടും അനോമലീസിനുള്ള സാധ്യത ശങ്കേഴ്സ് ലാബിൽ നിന്ന് അനീഷിനെയും സുറുമിയെയും അറിയിച്ചില്ല. ഇത് വാസ്തവമല്ലേ ഡോക്ടർ മണികുമാർ? അല്ല, ഇത് ഞങ്ങളല്ല അറിയിക്കേണ്ടത്. എന്താണ് ഡോക്ടർ മണികുമാർ? നിങ്ങളല്ലെങ്കിൽ പിന്നെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ആരാ തയ്യാറാക്കേണ്ടത് ഡോക്ടർ മണികുമാർ? സാറ് MBBS ഡോക്ടർ അല്ലേ സാറേ? അതാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ നമ്മൾ സ്കാനിങ്ങിന്റെ ഇത്രയും വലിയ സ്ഥാപനം നടത്തുന്ന ഒരാള് ടാക്സി ഡ്രൈവറായ എന്നോട് ആർഗ്യുമെന്റിന് വന്നിരിക്കുന്നു. ഡോക്ടർ അരുൺ, ഞാൻ എനിക്കതിനുള്ള അവസരം തന്നാലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ മണികുമാറിന്റെ ചോദ്യങ്ങൾക്ക് അനീഷിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ലല്ലോ. ഇത് 2D സ്കാനിങ്ങിന്റെ പരിമിതിയാണ്. ഞാൻ പറയാൻ വേണ്ടി വരുമ്പോഴല്ലേ അത് ഞാൻ എടുത്ത് പറയല്ലേ, പറയാൻ വരുമ്പോഴല്ലേ അനീഷ് ഇടയ്ക്കിടയ്ക്കിട്ട് ഇങ്ങനെ പറയുന്നത്. അല്ല, അവിടെയാണ് എന്റെ സംശയം ഡോക്ടർ മണികുമാർ. ഒരു സാധാരണ പേഷ്യന്റിന് നിങ്ങളുടെ ലാബിൽ വന്ന് കുഞ്ഞിന് അനോമലി ഉണ്ടെന്ന് ബോധ്യമാവാൻ എന്ത് ചെയ്യണം അത് പറയൂ ഡോക്ടർ മണികുമാർ. എന്തായിരുന്നു ഈ പാവം ടാക്സി ഡ്രൈവർ ചെയ്യേണ്ടിയിരുന്നത്?
100% ടാക്സി ഡ്രൈവറുടെ കയ്യിൽ ഒരു പിഴവില്ല. അയാൾക്ക് ഇതിനെപ്പറ്റി എന്തറിയാനാണ്? പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വന്ന റിപ്പോർട്ടല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അടുത്ത ലെവലിൽ അതെ, ആ റിപ്പോർട്ടിൽ നമ്മൾ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ആ റേഡിയോളജിസ്റ്റ് വ്യക്തമായി എന്റെ അടുത്ത് എഴുതിയിട്ടുണ്ട് ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണെന്ന്. അപ്പൊ അത് എന്താണെന്ന് അടുത്ത ലെവൽ ഓഫ് പരിശോധന ചെയ്യേണ്ടത് അടുത്ത ഡോക്ടേഴ്സ് അല്ലേ എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയിലെ ഡോക്ടർ ഇതിന് 3D 4D അല്ലെങ്കിൽ അടുത്തുള്ള അടുത്ത ക്രോമസോമൽ ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ നമ്മുടെ ഈ അനീഷ് തന്നെ വ്യക്തമായി പറഞ്ഞ ഒരു വാക്കുകളുണ്ടായിരുന്നു. അതായത് ക്രോമസോമൽ ഒരു ഡോക്ടർ അനിത പങ്കെടുത്തപ്പോഴത്തേക്കും അതിൽ പറഞ്ഞു ഇതുകൊണ്ട് തൃപ്തമായി കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് ആ ഡോക്ടർ തന്നെ വ്യക്തമാക്കിയായിരുന്നു. അത് കഴിഞ്ഞ് ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അടുത്ത ലെവൽ ഓഫ് പരിശോധനകൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതുമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് ക്രോമസോമൽ അനാലിസിസ് ഒക്കെ പരിശോധനയ്ക്ക് വേണ്ടി ആ ഡോക്ടർ നൽകി. അങ്ങനെ വന്നപ്പോൾ ഈ അനീഷ് തന്നെ പറഞ്ഞു നിർദ്ദേശിക്കേണ്ടത് ഹോസ്പിറ്റലിന്റെ വാതിക്കലോ വന്ന് നിൽക്കാം. അല്ല, ഞാനല്ലോ ഡോക്ടറായിരുന്നു, പരിശോധിക്കുന്ന ഡോക്ടറല്ലേ അത് നിർദ്ദേശിക്കേണ്ടത്. എനിക്കറിയില്ല, എനിക്കറിയത്തില്ല. അല്ല ഡോക്ടർ മണികുമാർ, ആരുടെ പിഴവാണെന്നാണ് ഡോക്ടർ മണികുമാർ പറഞ്ഞു വെക്കുന്നത്? നിങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന വേണമെന്ന് സാറിന്റെ അടുത്ത് വന്നത് ഈ ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് എഴുതണമായിരുന്നു. അതല്ലേ ഡോക്ടർ മണികുമാർ പറഞ്ഞതിന്റെ അർത്ഥം? 100% ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരും കേൾക്കുന്നില്ല. അതായത് ഞാൻ പറയുന്നത് നമുക്ക് ഇവിടെ 2D അനോമലിക്ക് വന്നാൽ ആ കിട്ടിയ സംഭവം എന്താണോ അതല്ലേ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നമ്മളത് വ്യക്തമായി അതിന്റെ അതായത് ഇതേപോലെ കൂടുതലാണെന്നും ഈ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് സ്കാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെയും തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യും? കൂടുതൽ പരിശോധന എഴുതേണ്ടിയിരുന്നത്, ആരാണ് പരിശോധന കൂടുതൽ നടത്തണമെന്ന് പറയേണ്ടിയിരുന്നത്? ഡോക്ടർ മണികുമാർ. ഡോക്ടറല്ലേ? അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ അത് കുറിക്കേണ്ടിയിരുന്നത്. അനീഷ് ഡോക്ടർ പറഞ്ഞു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർക്കാണ് എന്ന് അനീഷ് മണികുമാർ പറയുന്നു. അനീഷ്, നമ്മളോട് ഡോക്ടർ രാവിലെ പറഞ്ഞത് താങ്കൾ റേഡിയോളജിസ്റ്റ് അല്ല എന്നാണ്. സാറിന്റെ ഡോക്ടറുടെ പേര് പറയാത്ത സാറിന്റെ സാർ ആരെയോ പേടിക്കുന്നത്? സാറ് ജനങ്ങൾക്ക് അനീഷിന്റെ ഞാൻ ആരെയും പേടിക്കുന്നില്ല. അത് ഏത് ഡോക്ടറാണെന്നോ ആര് പ്രിഫർ ഈ ഷേർലി എന്ന് പറയുന്ന ഡോക്ടറാണ് സാറിനെ എനിക്ക് റെഫർ ചെയ്യുന്നത്. ഷേർലി എന്ന് പറയുന്ന ഡോക്ടറാണ് എനിക്ക് റെഫർ ചെയ്യുന്നത്. അപ്പൊ ആ ഡോക്ടറുടെ പേര് സാർ എന്തുകൊണ്ട് പറയുന്നില്ല? അത് എന്തുകൊണ്ടാണ് അനീഷേ? ആ ഡോക്ടർ എന്തുകൊണ്ടാണ് WMC ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ലാബ് അല്ല, എനിക്ക് ആ ഡോക്ടറാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഇത് WMC ഹോസ്പിറ്റലിൽ എംപാനൽ ചെയ്തിരുന്ന ലബോറട്ടറിയാണ്. ആ സാറിന്റെ മുമ്പിൽ എന്റെ എനിക്കറിയില്ല. സാറ് ഈ സാറിന്റെ ഈ മുമ്പിലിരിക്കുന്ന പേപ്പറിൽ ഷേർലി എന്ന ഡോക്ടറുടെ പേര് ഇതിനകത്ത് നല്ലതുപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. WMC അന്നേരം പിന്നെ സാറിന് ഡോക്ടറുടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് WMC ഹോസ്പിറ്റലിൽ എനിക്ക് വ്യക്തമായി കാണാം. WMC ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിരിക്കുന്നതാണ്. ഇതിന്റെ അകത്ത് വ്യക്തമായി തന്നെ അതിന്റെ അകത്ത് നമ്മുടെ റിപ്പോർട്ടിൽ WMC ഹോസ്പിറ്റലാണ് റെഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നമ്മുടെ ഡോക്ടർ ഇതിന്റെ അകത്ത് ഫ്ലൂയിഡ് കൂടുതലാണെന്നുള്ളതിന്റെ റിപ്പോർട്ടും ഇതിന്റെ അകത്തുണ്ട്. ഈ പറയുന്ന ഒരേ ഒരു ഇത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ അടുത്ത ലെവൽ ഓഫ് ടെസ്റ്റുകൾ കുറിക്കേണ്ടതും മറ്റുള്ള കാര്യങ്ങൾ നോക്കേണ്ടതും ലബോറട്ടറിയുടെ സൈഡിൽ നിന്നല്ല, അത് നോക്കേണ്ടത്. എനിക്ക് മണികുമാറിനോട് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടല്ല, ചികിത്സയുടെ കാര്യത്തിൽ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യപ്പെട്ടു. Debate with Dr. Arun Kumar.